Hi, good morning. Good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറിക്കോളൂ കേട്ടോ ക്ലാസ്സില്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും? ഇതിലെങ്ങനെ ടൈപ്പ് ചെയ്യാം? എന്താണ്? ഭക്ഷണം കഴിഞ്ഞോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഓക്കെ, സുരേഷ് ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസിഫിക്കേഷൻ അല്ലെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ എന്താ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? അതായത് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ എന്താണ് പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. 6 ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഫാക്ടേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഒന്നാമത്തെ ഫാക്ടർ എന്തായിരുന്നു? സൈസ് ആയിരുന്നു അല്ലെ. സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് അല്ലെ. അതായത് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് അല്ലെ. ഈ ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു അത്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, പിന്നെ ഏതായിരുന്നു? ലാർജ് ഹോസ്പിറ്റൽസ്. അത് പഠിക്കുമ്പോൾ അവിടെ ബെഡുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു? 30 or less than 30 അല്ലെ. മിഡ് സൈസിലോട്ട് വരുമ്പോ എത്രയാ നമ്മൾ പറഞ്ഞത്? 30 to 100 ആണ് പറഞ്ഞത് അല്ലെ. ലാർജ് ഹോസ്പിറ്റൽ വരുമ്പോ എത്രയാണ്? more than 100 ബെഡ്സ് അല്ലെ. ഇനി നമ്മൾ മറ്റു കുറെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ ഏതായിരുന്നു? ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. പരിചരണത്തിന്റെ നിലവാരം അല്ലെ. ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ 3 ആയിട്ട് തന്നെയാണ് അവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയായിരുന്നു അത്? ഒന്ന് പ്രൈമറി കെയർ ഹോസ്പിറ്റല്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റല്, ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. ഓരോന്നിനും നമ്മൾ എന്താണ്? ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ നോക്കിക്കണ്ടത് അല്ലെ. പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതായിരുന്നു? പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു അല്ലെ. PHC ആയിരുന്നു. സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ലെ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതായിരുന്നു? മെഡിക്കൽ കോളേജ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വായിച്ചോ? ടെക്സ്റ്റ് ഉള്ളവര് വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മള് ജസ്റ്റ് ഒരെണ്ണം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ നമുക്ക് വായിക്കാം കേട്ടോ. പെട്ടെന്ന് ഓടിച്ച് വായിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ. അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവര് ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ട് അല്ലെ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മള് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത് അല്ലെ. സിംഗിൾ സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയും അല്ലെ. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ്, പരിചരണം. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഐ ഹോസ്പിറ്റലൊക്കെ പറയാം. ഇപ്പൊ വാസന ഐ കെയർ പോലുള്ള ഹോസ്പിറ്റലുകള്, ഐ വിഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ കണ്ണിന് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും അതിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക പരിചരണമായിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവാം. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെയുണ്ട് അല്ലെ. മൾട്ടി ആണ് അല്ലെ. മോർ ദാൻ 1 ആണ്. അപ്പൊ അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം കേട്ടോ.
ശ്രദ്ധിക്കുക, ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് ചെയ്യാണേ. Clinical specialties. Hospital can also be classified on the basis of clinical specialty they offer. For example, hospitals which offer cardiac care are called cardiac hospital. Cardiac hospital എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർഡിയക്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് അവിടെ കൂടുതൽ പരിചരണങ്ങൾ കൊടുക്കുന്നത്. ഇനി which provide cancer, അല്ലെ, ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് as a onco hospital. അല്ലെ, ഓങ്കോ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ക്യാൻസറിനാണ് അവർ പ്രത്യേകം പരിചരണങ്ങൾ കൊടുക്കുന്നത്. അപ്പോ ഈ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ വൺ ഓർ മോർ സ്പെഷ്യാലിറ്റി ഇൻ സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ആൾസോ ഇത് ഇനി പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതിനോട് പറയാണ്. ഡിപ്പെൻഡിങ് upon the speciality that a hospital offers, the type of resources and its organization is determined. അല്ലെ, അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകളും ഓർഗനൈസേഷനും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. അല്ലെ, അപ്പൊ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ. കാർഡിയാക് എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് അവരുടെ റിസോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? ഒരു കത്തീറ്റർ ലാബ് ഉണ്ടായിരിക്കണം, ഒരു കാർഡിയാക് ICU ഉണ്ടായിരിക്കും. അല്ലെ, കത്തീറ്റർ ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്യില്ലേ, ബ്ലോക്ക് മാറ്റാനൊക്കെ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറികളൊക്കെ ചെയ്യുന്ന ആ ഒരു റൂമാണ് കേട്ടോ, അതിന് കത്തീറ്റർ ലാബ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് കാർഡിയാക് ICU. അതേസമയം while an onco hospital, it will require radiation therapy unit. ഇനി ഒരു ഓങ്കോ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ക്യാൻസറിനാണ് പ്രത്യേക പരിചരണം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് കാർഡിയാക് ICU ആണോ വേണ്ടത്? അല്ല, കാര്യം അവരുടെ റിസോഴ്സസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് എന്തായിരിക്കും വേണ്ടത്? റേഡിയേഷൻ തെറാപ്പി യൂണിറ്റുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവിടുത്തെ റിസോഴ്സുകളും ആ ഒരു ഓർഗനൈസേഷനും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ഫാക്ടറാണ് ഓണർഷിപ്പ് കേട്ടോ. എന്താണ് ഓണർഷിപ്പ്? എന്താണ്? ഉടമസ്ഥ അവകാശം. അല്ലെ, ഉടമസ്ഥാവകാശം അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഉടമസ്ഥാവകാശത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അങ്ങനെയല്ലേ? ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ 2 or 3 സ്വകാര്യ വ്യക്തികൾ അവരുടെ പാർട്ട്ണർഷിപ്പിലായിരിക്കാം, മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളും ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതാണ്? പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് a hospital can be classified as follows. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പബ്ലിക് ഹോസ്പിറ്റൽ. അല്ലെ, പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. അല്ലെ, അതായത് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകൾ, ഇതിനെയാണ് പബ്ലിക് ഹോസ്പിറ്റൽ അറിയാവുന്നതാണ്. അല്ലെ, പിന്നെ രണ്ടാമത്തെ ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അല്ലെ, സ്വകാര്യ ആശുപത്രികള്. അതെന്തായിരിക്കും? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനികളായിരിക്കാം, സംഘടനകളായിരിക്കാം, അവരുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിളുകളൊക്കെ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടാണ് പബ്ലിക് ഹോസ്പിറ്റൽ കേട്ടോ. പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ ആദ്യത്തെ 4 അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതുണ്ട്, പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുണ്ട്, പൊതുമേഖലാ സ്ഥാപനം. ഇതെല്ലാം വരുന്നത് ഏതിന്റെ അണ്ടറിലാണ്? പബ്ലിക് ഹോസ്പിറ്റലിന്റെ അണ്ടറിലാണ്. കാര്യം എല്ലാത്തിന്റെ ഓണർഷിപ്പ് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ഭരണകൂടങ്ങളായിരിക്കാം. അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് അവിടെ വരുന്നത് കേട്ടോ. ആദ്യത്തെ നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ.
the hospital managed by the central government such as AIIMS, PGIs, etc. അല്ലെ? അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ, അതിനെയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമ്പിൾ ഏതാണ്? എയിംസ്. എയിംസിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? എയിംസിന്റെ ഫുൾ ഫോം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ. എന്താണ് എയിംസിന്റെ ഫുൾ ഫോം? ഓക്കെ, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം ഇതാണ്: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേട്ടോ, ഇതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം ആണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് INSTITUTE കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസ് കേട്ടോ, MDICE മെഡിക്കൽ സയൻസ് കേട്ടോ, IENC. ഓക്കെ, കിട്ടിയോ? നോട്ട് ചെയ്ത് വെച്ചോ? എഴുതി വെക്കണോ കേട്ടോ. എക്സ്പാൻഷൻ ഫോം ചോദിക്കാറുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അടുത്തത് PGI. PGI എന്താണ്? PGIയുടെ ഫുൾ ഫോം എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ്, പെച്ചിമർ എന്നൊക്കെ പറയും. PGI MER എന്നൊക്കെ പറയാം. പെച്ചിമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PGI എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്. എഴുതിക്കോളൂ കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. പോസ്റ്റ് ഗ്രാജുവേറ്റ്, POST പോസ്റ്റ് ഗ്രാജുവേറ്റ് കേട്ടോ, GRATUATE പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് INSTITUTE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഴുതിക്കോളൂ, ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. റിസർച്ച് RESEARCH റിസർച്ച്. ഓക്കെ, പെച്ചിമേഴ്സ് എന്നാണ് പറയുക. PGI മാത്രം എടുക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. നമ്മൾ പൊതുവെ പെച്ചിമർ എന്നാണ് പറയുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, അപ്പൊ ഈ പറയുന്നതെല്ലാം തന്നെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ്. അവിടെ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എയിംസ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ദ ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ ഫോർ ദ ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്. എയിംസും അതുപോലെ തന്നെ PGI. അല്ലെങ്കിൽ എയിംസ് ഈസ് മാനേജ്ഡ് ബൈ ദ ഡാഷ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഓപ്ഷൻ ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എയിംസ് PGI എന്ന് കേട്ടോ നമ്മൾ ഓർക്കാതെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തത് കേട്ടോ, രണ്ടാമത്തെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ. നോക്കിക്കേ, ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് such as the district hospitals അല്ലെ, അതായത് ജില്ലാ ആശുപത്രികൾ. ഓക്കെ, ജില്ലാ ആശുപത്രികൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് കേട്ടോ, ജില്ലാ ആശുപത്രികളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് മൂന്നാമത്തത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം. നമ്മുടെ താലൂക്ക് ആശുപത്രികളൊക്കെ അല്ലേ, അത് എന്താണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആർ മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ, ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ളത്. അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് തന്നെയാണ്. കാരണം പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഹോസ്പിറ്റൽസ് ആർ മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആർ മാനേജ്ഡ് ബൈ ഡാഷ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഇതിനും ഏതാണ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, മാറിപ്പോവരുത്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയൊക്കെ ആണല്ലോ. അപ്പൊ എയിംസും PGIs എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ ജില്ലാ ആശുപത്രികള് ദാറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആണെങ്കിലോ ദാറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടങ്ങള്. പിന്നെ അടുത്തത് ഏതാണ് വരുന്നത്? PSU ഹോസ്പിറ്റൽ. എന്താണ് PSU? PSUന്റെ ഫുൾ ഫോം എന്താണ്?
പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്? എഴുതി വെക്കാട്ടോ. PSUന്റെ ഫുൾ ഫോം അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമ്മൾ പറയില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഫണ്ട് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ് അല്ലെ. പക്ഷെ എന്താണ് അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു ഓട്ടോണോമസ് അധികാരം, അതായത് സ്വയംഭരണ അധികാരം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു അത്തരം ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുന്നതും അവിടുത്തെ എന്താ പറയാ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ടാണ് കേട്ടോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഫണ്ട് ചെയ്യുന്നതും ആരെയാണ്? ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ PSU ഹോസ്പിറ്റല് ഏതാണ് അതിനകത്ത് വരുന്നത്? ദോസ് മാനേജ്ഡ് ബൈ ദ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് എക്സെട്ര അല്ലെ. നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. ഓക്കെ, എന്താണ് അങ്ങനെ? PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് PUBLIC ഓക്കെ, പബ്ലിക് സെക്ടർ SECTOR സെക്ടർ അണ്ടർടേക്കിംഗ് UNDER TAKING. ഓക്കെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പൊതുമേഖലാ സ്ഥാപനം കേട്ടോ. എക്സാമ്പിള് റെയിൽവേ ഹോസ്പിറ്റലുകള്, പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, അവരുടെ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിൽ ആസാമിലൊക്കെ ഉണ്ട് കേട്ടോ, ആസാമിലൊക്കെ ഉണ്ട്. നമ്മുടെ അതുപോലെ നമ്മുടെ എറണാകുളത്ത് റീജിയണൽ റെയിൽവേ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ റെയിൽവേ ജീവനക്കാർക്ക് കുറച്ചുകൂടെ പ്രിവിലേജസും കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അത്തരം ഹോസ്പിറ്റലുകൾ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പബ്ലിക് ഹോസ്പിറ്റലിനകത്ത് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ദോസ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ്. അതിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? എയിംസും PGIs അല്ലെ. എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGI എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, HSR എന്നാണ് പൊതുവെ പറയാ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ. എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികൾ. പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽ അല്ലെ, താലൂക്ക് ആശുപത്രികള്. ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടങ്ങൾ. പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കാം, എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് PSU ഹോസ്പിറ്റൽ ആണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെ. പൊതുമേഖലാ ഹോസ്പിറ്റൽ വെച്ചാൽ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലുകള്, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഹോസ്പിറ്റലുകളൊക്കെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പബ്ലിക് ഹോസ്പിറ്റൽ ഓക്കെ ആണല്ലോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് ഒന്ന് സ്ക്രീൻ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീൻ നോക്കുക കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലെ. എന്തായിരിക്കും? ദ ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ. ഒന്നില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളായിരിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ എനിക്ക് കിട്ടിയില്ലോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഓക്കെ, അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ. ഒന്നുകിൽ സ്വകാര്യ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കാം, സംഘടനകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ 2 3 അല്ലെങ്കിൽ 5 6 സ്വകാര്യ വ്യക്തികൾ അവരുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. അവരുടെ കംപ്ലീറ്റ് കൺട്രോളിംഗ് കാര്യങ്ങൾ ആര് തന്നെയാണ്? പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, പ്രൈവറ്റ് ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കാം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ഉണ്ട് നോക്കിയേ. അത് ഒന്ന് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പേരിൽ തന്നെ കിടപ്പുണ്ട്. ഫോർ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ലാഭേച്ഛയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ് അല്ലെ. ബിസിനസ് പർപ്പസോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ. ബിസിനസ് പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ലാഭമായിരിക്കും അല്ലെ. ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് പേരിൽ തന്നെ ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അത്തരം ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ എന്തായിരിക്കും?
ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ എ പാർട്ട്ണർഷിപ്പ്. അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളായിരിക്കാം, നേരത്തെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 2-3 ആളുകൾ ചേർന്ന് അവരുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന ഹോസ്പിറ്റലുകളായിരിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. ഏതാണ്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ ഇപ്പൊ നമ്മുടെ അപ്പോളോ ഗ്രൂപ്പിന്റെ ഒക്കെ ഹോസ്പിറ്റലില്ലേ, അപ്പോളോ ഹോസ്പിറ്റൽ, അപ്പോളോ ഗ്രൂപ്പിന്റെ എന്ന് വെച്ചാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. അത്തരം അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. The hospital owned by the private company, പ്രൈവറ്റ് കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. അപ്പൊ പ്രത്യേകം പറയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സഹകരണ ആശുപത്രിയാണ്, അതല്ലാണ്ടോ ഈ പറഞ്ഞത് കോർപ്പറേറ്റ് ആണ്. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് കമ്പനികളാണ് കേട്ടോ. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ കോപ്പറേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ ഇതിൽ കൊണ്ട് എഴുതരുത്. ശരിക്കും കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, നമ്മുടെ സഹകരണ ആശുപത്രി, അത് ശരിക്കും പറഞ്ഞ അർദ്ധ സർക്കാർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പകുതി ഗവൺമെന്റും പകുതി പ്രൈവറ്റ്, ആ ഒരു ഹൈബ്രിഡ് രീതിയിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സഹകരണ ആശുപത്രി എന്ന് പറയുന്നത് കേട്ടോ. അത് കോപ്പറേറ്റീവ്. ഇതല്ലാണ്ടോ കോർപ്പറേറ്റ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനി, കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ. അടുത്തത് ഏതാണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. തുടക്കം നമ്മൾ ഒരു ഫോർ പ്രോഫിറ്റ് പഠിച്ചു അല്ലെ, അത് ലാഭേച്ഛയോടുകൂടി. നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ലാഭേച്ഛയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് എ പാർട്ട് ഓഫ് ചാരിറ്റി അല്ലെ, ചാരിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ എന്താണ് ട്രസ്റ്റിന്റെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. അവരെ സംബന്ധിച്ച് അതൊരു സർവീസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവിടെ ലാഭമല്ല അവർ ലക്ഷ്യമിടുന്നത്, പകരം എന്താണ് ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ, ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അപ്പൊ NGO നോട്ട് ചെയ്ത് വെക്കാട്ടോ. NGO എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അതാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എഴുതി വെക്കാട്ടോ. NGO നോൺ ഗവൺമെന്റൽ, ഗവൺമെന്റ് ഇതര, ഗവൺമെന്റ് അല്ലാത്തത് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ദാറ്റ് ഡു നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. അവർക്ക് എന്തില്ല അതിനകത്ത്? ബിസിനസ് പർപ്പസ് ഇല്ല. പകരം ചാരിറ്റി, ചാരിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാവ് എ ബിസിനസ് പർപ്പസ് അല്ലെ. പിന്നെ പ്രൈവറ്റ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റലുകളുണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. എല്ലാം ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ അണ്ടറിലാണ് വരുന്നത്. കഴിഞ്ഞോട്ട് അത്രയും ക്ലാസ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുമില്ല, ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും. പബ്ലിക്കിനകത്ത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, PSC ഹോസ്പിറ്റൽ ഉണ്ട്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫോർ പ്രോഫിറ്റ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓരോ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് അല്ലാത്തത് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അടുത്തത് ഇനി അഞ്ചാമത്തെ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തിരിക്കാൻ പോവാണ്, ക്ലാസിഫൈ ചെയ്യാനോട്. അഞ്ചാമത്തെ ഫാക്ടർ ഏതാണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. ഏതാണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, ചികിത്സാ രീതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാ നമ്മൾ തരംതിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? അലോപ്പതിക് ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്, ഹോമിയോ അല്ലെ, ഹോമിയോ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ എന്താ യുനാനി ഹോസ്പിറ്റൽ ഉണ്ട്, സിദ്ധ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അല്ലെ. ഇതൊക്കെ ഓരോരോ ചികിത്സാ സമ്പ്രദായങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ പോലെയല്ല, ഈ പറയുന്ന എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് നിന്നുണ്ട്, നിലവിലുണ്ട് കേട്ടോ. അത് തന്നെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. വേറെ ഒന്നും അതിനകത്ത് പഠിക്കാനില്ല കേട്ടോ. അപ്പൊ
അപ്പൊ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ രീതികളാണ് അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായങ്ങളാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മള് അലോപ്പതിക് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ, സിദ്ധ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, അങ്ങനെ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. വായിക്കാം നമുക്ക്. ഇൻ ദ മോഡേൺ വേൾഡ് allopathy as a system of medicine is mainly used as a system of medicine. ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ മതി കേട്ടോ. രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ വായിക്കാം. ഇൻ ദ മോഡേൺ വേൾഡ് allopathy is mainly used as a system of medicine. Okay. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by the many people. അല്ലെ? അപ്പൊ നമുക്കറിയാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ മെച്യൂരിറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ്? അലോപ്പതി ഹോസ്പിറ്റലാണ്. പക്ഷെ എന്നിരുന്നാലും ആയുർവേദം ഉണ്ട്, ഹോമിയോ, അതുപോലെ തന്നെ യുനാനി, അങ്ങനെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അല്ലെ? ആയുർവേദം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചതാണ് അല്ലെ? ചരകനെ, സുശ്രുതനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആയുർവേദ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്, നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അല്ലെ? ആയുർവേദം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഈ പറയുന്ന 4 എന്ന് പറയുന്നത് വാതം, പിത്തം, അങ്ങനെയൊക്കെ ഒരു 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഇംബാലൻസസ് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല ഇംബാലൻസസ് മൂലമാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദം എന്ന് പറയുന്നത് അല്ലെ? ഇനി ഹോമിയോപ്പതി എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് ദ ബോഡി ക്യാൻ ക്യൂർ ഇറ്റ് സെൽഫ്, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് ബോഡിക്ക് തന്നെ ക്യൂർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത്. പിന്നെ അതൊന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ യുനാനി അല്ലെ? യുനാനി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഗ്രീസിൽ നിന്നും വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് യുനാനി എന്ന് പറയുന്നത്. ഗ്രീസിൽ നിന്ന് വന്നതാണ് ശരിക്കും നമ്മൾ. പക്ഷെ അത് കൂടുതൽ പോപ്പുലറൈസ്ഡ് ആവുന്നത്, കൂടുതൽ അത് എന്താ പറയാ ജനറലൈസ് ആവുന്നത് അറബിക് കാലഘട്ടത്തിലാണ് കേട്ടോ. അറബിക് കാലഘട്ടത്തിലാണ്, അവരുടെ ഒരു കാലഘട്ടത്തിലാണ് യുനാനി കുറെ കൂടെ എന്താണ് പോപ്പുലറൈസ് ആയത്. ആ ഒരു ടൈമിലാണ് പലരും ഒരു എന്താ പറയാ ഒരു മുസ്ലിം കൾച്ചറിൽ നിലനിൽക്കുന്ന ആ സമയത്താണ് അത് കൂടുതൽ പ്രചാരത്തിലായത്. പക്ഷെ വന്നത് അത് ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എന്താ പറയാ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ശരിക്കും ഗ്രീസിന് അറബിയിൽ പറയുന്ന പേരാണ് യുനാനി എന്ന് പറയുന്നത്. ഗ്രീസിന് അറബിയിൽ പറയുന്ന പേരാണ് യുനാനി. അപ്പോ യുനാനി എന്ന് പറഞ്ഞ് ശരിക്കും എവിടെ നിന്ന് വന്നതാണ്? അതിന്റെ ഒറിജിൻ ശരിക്കും ഗ്രീസിൽ നിന്നാണ്. അത് കൂടുതൽ പോപ്പുലറൈസ് ആവുന്നത് നമ്മുടെ അറബിക് കാലഘട്ടത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ സിദ്ധ, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഓക്കെ, ദാറ്റ് ആർ ആൾസോ അക്നോളജ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾ. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഉണ്ട്. ആളുകൾ കൂടുതൽ അത് ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇഷ്ടംപോലെ ചിലർക്ക് അലോപ്പതി ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ചിലർ ആയുർവേദം മാത്രം നോക്കുന്നവരുണ്ടാവാം, ചിലർ ഹോമിയോ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് പെട്ടെന്നൊന്ന് ക്യൂർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന് നമുക്ക് എവിടെ പോണ്ടി വരും? അലോപ്പതിക് മെഡിസിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലെ? പക്ഷെ ആയുർവേദം ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. നമുക്കൊരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കലാണ് അതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ, hospitals can be classified as homeopathic hospital, Ayurveda hospital or Unani hospital. അത് തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ പറയുന്നത് even though such a hospitals are few in numbers, there is an increasing interest of people in availing the treatment of this system of medicine. പക്ഷെ എന്താണ് ഈ പറയുന്ന ഹോമിയോപ്പതി, അലോപ്പതി ഹോസ്പിറ്റൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ ഹോമിയോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ എണ്ണത്തിന് ചുരുക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അത് ഓപ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ചികിത്സ താല്പര്യപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അലോപ്പതിക്ക്, ആയുർവേദ, ഹോമിയോ, യുനാനി പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. അത്രയും അതിനകത്ത് മനസ്സിലാക്കാം, വേറെ ഒന്നും കേട്ടോ. അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഓക്കെ അല്ല എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ലെങ്ത് ഓഫ് സ്റ്റേ, താമസത്തിന്റെ
ദൈർഘ്യം അല്ലെ, താമസത്തിന്റെ ആരുടെ താമസത്തിന്റെ ദൈർഘ്യം അവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ആണ് കേട്ടോ, രോഗിയുടെ. രോഗികൾ അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെ ഒരു ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരുന്ന ദിവസങ്ങളുടെ ആ ഒരു എണ്ണം അല്ലെ, ആ ഒരു ദൈർഘ്യം, അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതിനെ പറ്റിയാണ് അടുത്തത് പഠിക്കുന്നത് കേട്ടോ. ലെങ്ത് ഓഫ് സ്റ്റേ. നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ generally needed for a patient in the hospitals can be classified as the long stay hospitals and short stay hospitals. അപ്പൊ ഇത്രയായിട്ടാണ് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ്, ഒന്ന് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്, രണ്ടാമത്തത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. എന്താണ് അതിനകത്ത് പറയുന്നത്, the patients in short stay hospitals are required to be admitted for a relatively shorter period, such as, underline ചെയ്ത് വെക്കാണ്ട് അല്ലാത്തവർ നോട്ട് ചെയ്യാം, 1 or 2 days up to 20 days. ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞത് നോട്ട് ചെയ്യാനായിട്ട്. 1 or 2 days up to 20 days, കൂടി വന്നാൽ 1 or 2 ദിവസം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 20 ദിവസം വരെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരികയാണ് പേഷ്യൻസിന്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, കൂടി വന്നാൽ 1 or 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 20 ദിവസം വരെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവിടുന്ന അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് കൂടുതൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഡേയ്സ് നോക്കാം കേട്ടോ, 1 or 2 days up to 20 days. അടുത്തത് നോക്കാം, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് അല്ലെ. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്താണ്, ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ കെയർ ദാറ്റ് ജനറലി റിക്വയർസ് ഇറ്റ്സ് പേഷ്യന്റ് ടു സ്റ്റേ ഫോർ എ ലോങ് ടേം such as months or years in the hospital. അതായത് ചില രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു പക്ഷെ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലെ. എക്സാമ്പിൾ നോക്കിക്കേ, ടിപ്പിക്കലി such hospitals will be mental hospital. നോട്ട് ചെയ്ത് വെക്കാത്ത എക്സാമ്പിളുകൾ, മെന്റൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എക്സെട്ര. അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെന്റൽ ഹോസ്പിറ്റൽ അല്ലെ, ഈ പറയുന്ന മാനസിക രോഗ ആശുപത്രി. അത് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പറയട്ടെ അജിഷ്ണ, റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുനരധിവാസ സെന്ററുകൾ അല്ലെ. നമ്മളിപ്പോ ഈ പറയുന്ന മേജർ ആയിട്ട് ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ പാരലൈസ് ചെയ്തൊക്കെ പോയിട്ടുള്ള, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് തളർന്നു പോയിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ആണെങ്കിൽ അവരെ ഒരു നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ അവരെ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലൊക്കെ ആക്കും അല്ലെ. അവരെന്ന് പറയുന്നത് അവിടെ ചില അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങളോളം എടുത്തിട്ടൊക്കെ വേണം അവരെ പഴയൊരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലുകൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്റർ. ജെറിയാട്രിക് കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രായമായിട്ടുള്ള ആളുകളാണ് കേട്ടോ. അതായത് വയസ്സായിട്ടുള്ള ആളുകൾക്ക് പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. തീരെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാൻ ആളുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവര് ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സെന്ററുകളിൽ കൊണ്ടുവന്നാക്കും. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ജെറിയാട്രിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർക്കാം പ്രായമായിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ജെറിയാട്രിക് കെയർ സെന്ററുകൾ. പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾ ആണ്, ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത്, ഡ്യൂ ടു ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സ് ദീസ് ഹോസ്പിറ്റൽസ് ആർ ബിൽറ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഗീവ്സ് ഇറ്റ് എ ഫീൽ ഓഫ് എ ഹോം ലൈക്ക് എൻവയോൺമെന്റ് rather than a hospital. അപ്പൊ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആകുമ്പോൾ കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഏകദേശം എങ്ങനെയായിരിക്കും, ഒരു ഹോംലി ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിനെ ബിൽഡ് ചെയ്യുന്നത് അല്ലെ. കാര്യം നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുറെ കാലങ്ങളോട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ കുറച്ചും കൂടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്ന രീതിയിലായിരിക്കും അത്തരം ഹോസ്പിറ്റലുകളൊക്കെ പണിയുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അതാണ് ആളുകൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കും.
അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രോഗികൾക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ കൂടി വന്നാൽ 20 days ആണ് അവർ പറയുന്നത്. 1 or 2 days up to 20 days വരെ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ എന്താണ് പരിചരണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരുന്ന അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ഹോസ്പിറ്റൽ നമ്മളവിടെ അങ്ങനെയല്ലേ, കൂടി വന്നാൽ 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 20 ദിവസം അത്രയൊക്കെയല്ലേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുള്ളൂ. അതേസമയം ലോങ് സ്റ്റേ ആവുമ്പോൾ മെന്റൽ ഹോസ്പിറ്റൽ, റിഹാബിലിറ്റേഷൻ സെന്ററുകള്, പിന്നെ ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ എക്സാമ്പിളാണ്. അജീഷിനിക്ക് മനസ്സിലായോ? അഡീഷണലി ചോദിച്ചത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റല് ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ നമ്മൾ ഇത്രയും കണ്ടത് 6 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. സയൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞു 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്സാമ്പിളുകൾ കണ്ടു. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും ഡിവൈഡ് ചെയ്തു. പിന്നെ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതിനകത്ത് ഒത്തിരി എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞു. പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആയുർവേദ, ഹോമിയോ, യുനാനി, അലോപ്പതി അങ്ങനെ തരംതിരിക്കാറുണ്ട്. പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ലോങ് സ്റ്റേ ഹോസ്പിറ്റലും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അബ്രീവിയേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ചാപ്റ്ററിൽ തന്നെ പഠിച്ച 1-2 കേട്ടോ അതിനകത്ത് വരുന്നത്. അബ്രീവിയേഷൻസ് അതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അബ്രീവിയേഷൻ ചുരുക്കെഴുത്തുകളാണ് അല്ലെ, ചുരുക്കെഴുത്തുകളാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാനൊക്കെ ഏതെങ്കിലും അബ്രിവിയേറ്റഡ് ഫോം തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ ഫോം എഴുതാനായിട്ട് പറയും കേട്ടോ. എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് പറയും. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ എന്താണ്? PHC. PHC നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ് അല്ലെ. PHCയുടെ ഫുൾ ഫോം എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഇതാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ നമ്മൾ എന്താ പറയാ? PHC എന്നാണ് പറയാ. PHC അടുത്തുള്ള PHCക്ക് പോവാ. എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ അല്ലെ. അടുത്തത് FHC. FHC എക്സ്പെൻഷൻ ഫോം എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ അല്ലെ, കുടുംബാരോഗ്യ കേന്ദ്രം. എഴുതി കണ്ടിട്ടില്ലേ ഇവിടെ? ഫാമിലി ഹെൽത്ത് സെന്റർ കേട്ടോ. അടുത്തത് CPHC. ഇതാണ് CPHC, കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. എന്താണ്? സി എന്താണ്? കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായിട്ടുള്ളത്, വിപുലമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. അടുത്തത് SWAAJ എന്നാണ് കേട്ടോ. ജെ എന്ന് വെട്ടിയിട്ട് D എന്നാക്കണം കേട്ടോ. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സ്വാഡ് എന്നാണ് കേട്ടോ. SWAAD ആണ്. ജെ വെട്ടിയിട്ട് D എന്നാക്കാം കേട്ടോ. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ ഫോം? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എന്താണ്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എന്താണ് എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാൽ? എന്താണ് എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാൽ? ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ. ശ്വാസകോശ രോഗങ്ങളൊക്കെ വരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരില്ലേ, ആസ്മ, അതിന് ശ്വാസമുട്ടൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. എയർവേ ഡിസീസസ് ആണ് അതിനെ പറയാം. അത് തന്നെ അത് സ്വാപ്പ് അല്ല പറഞ്ഞ സ്വാഡ്. D ആണ്. D ഡിസീസ് എന്നല്ലേ അവസാനിക്കുന്നേ. അപ്പൊ D ആണ് ഇവിടെ വരിക കേട്ടോ. D J എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഡിസീസസിന്റെ D ആണ് കേട്ടോ ഇവിടെ വരിക, J അല്ല. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. COPD. നിങ്ങൾ പലപ്പോഴും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. COPD എന്താണ്? COPDയുടെ ഫുൾ ഫോം എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് നമ്മൾ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ കേട്ടോ. അതിനെയാണ് നമ്മൾ COPD അല്ലെ. COPD എന്ന് കേട്ടിട്ടുണ്ടാവും. സ്റ്റെപ്പ് എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പൾമണറി നമ്മൾ കേൾക്കുമ്പോൾ ശ്വാസകോശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം വളരെയധികം ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ശ്വസന നാളുകളൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ, നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് പറ്റില്ല.
നമ്മുടെ ഈ ചുരുക്കി പറഞ്ഞ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ COPD. കൂടുതലും ഈ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരില്ലേ, ഒത്തിരി പുക വലിക്കുന്ന ആളുകൾക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ് COPD എന്ന് പറയുന്നത്. നമ്മള് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്നത് കേട്ടില്ല. അപ്പൊ അങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ശ്വാസകോശം, ആ സ്പോഞ്ചിന്റെ ആ ചെറിയ പോറുകള് വലിയ അറകള് പോലെയാവും കേട്ടോ, വലിയ വലിയ അറകള് പോലെയാവും. അങ്ങനെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം വളരെയധികം ചുരുങ്ങി പോകും. ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വരും കേട്ടോ. സ്മോക്കിംഗ് ആയിട്ടുള്ള ന്യൂമോണിയ, സ്മോക്കിംഗ് വരുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കേട്ടോ. അതിനെ തുടർന്ന് എംഫിസിമ, ന്യൂമോണിയ അതിനുള്ള അസുഖങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് കേട്ടോ ASH, ആശ. നമ്മൾ ആശാ വർക്കർ എന്നൊക്കെ പറയാല്ലേ, ആശാ വർക്കർമാര് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാ വർക്കർമാര് സമരം നടത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, ആശ അല്ലെ, ആശ എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. ആശ, നമ്മൾ ആശാ വർക്കർമാർ എന്നാണ് പറയാ അല്ലെ. ASH കേട്ടോ, ഫുൾ ഫോം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് AWW. AWW എന്താണ്? അംഗൻവാടി വർക്കർ. എന്താണ്? അംഗൻവാടി വർക്കർ. ഓക്കെ, അടുത്തത് WHSNC. WHSNC എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ വീടുകളിലൊക്കെ ഈ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല, ഞങ്ങളുടെ അവിടേക്കൊക്കെ വരാറുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ആയിട്ട് വാർഡിൽ നിന്ന് കൊടുത്തുവിടും. എന്നിട്ട് അവർ പറയും കിണറ്റിൽ ഇങ്ങനെ അത് സാനിറ്റേഷന്റെ ഭാഗമായിട്ട് വാർഡിൽ നിന്ന് അവര് ഒരു വാർഡുകളിലേക്ക് ഇറങ്ങുന്നവരാണ്, ഈ പറയുന്ന കമ്മിറ്റിയുടെ ഹെൽത്ത് കമ്മിറ്റിയുടെ ഭാഗമാണ്, വരാറില്ലേ. അവര് വീട്ടിൽ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ വന്നിട്ട് അവർക്ക് പറയും ഡൈല്യൂട്ട് ചെയ്തിട്ട് കിണറ്റിലേക്ക് ഒഴിക്കാനൊക്കെ അവർ പറയാറുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വല്ല എന്താ പറയാ ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തുറന്നിരിക്കുന്ന പറയത് കമത്തി കളയണോണ്ടാന്നൊക്കെ പറയും. സാനിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാര് അല്ലെങ്കിൽ കയ്യൻ ഗുളികകളൊക്കെ കൊണ്ടുതരാറൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ്? ഈ പറയുന്ന WHSNCയിലെ മെമ്പേഴ്സുകളാണ് കേട്ടോ. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി കേട്ടോ. ആശാ വർക്കർ അല്ലാട്ടോ, അത് വേറെയാണ്, അവരുടെ ഫംഗ്ഷൻ വേറെയാണ്. ഇതിന് WHSNC കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്നോട് പറയാണ് PHC ഫുൾ ഫോം പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, FHC ഫാമിലി ഹെൽത്ത് സെന്റർ, CPHC കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. സ്വാഡ് എന്നാക്കണം കേട്ടോ. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എവറി ഡിസീസസ്. ഡി എന്നാണ് കേട്ടോ. COPD പഠിക്കണം കേട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ആശ, ASH, ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. AWW അംഗൻവാടി വർക്കർ. WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാണ്. എളുപ്പമുള്ള ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ഇത് പഠിക്കണം കേട്ടോ. അപ്പോ നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇത് കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും? ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാം കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5th ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 എന്താണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ചാപ്റ്റർ നോട്ട് ചെയ്തോളൂ. ചാപ്റ്റർ നമ്പർ 5 ആണ് എടുക്കുന്നത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആണ്. മറ്റുള്ള ചാപ്റ്ററിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലുതാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ചാപ്റ്ററിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, മിസ്സാക്കി കളയരുത്. വലുതായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര എളുപ്പമാണ്. കാര്യം നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പഠിക്കുന്നത് കേട്ടോ.
പിന്നെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഇനി നമുക്കൊരു ഹോസ്പിറ്റൽ എന്തൊക്കെ വരുന്നത്, ഏകദേശം അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഒത്തിരി ഡീപ്പായിട്ടൊന്നും നമ്മൾക്ക് പഠിക്കാനില്ല. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആണ് പഠിക്കുന്നത് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് എയർവേ ഡിസീസസും പൾമണറി ഡിസീസും. എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാലും പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ സംഭവം തന്നെയാണ് കേട്ടോ. എയർവേ ഡിസീസ് എന്ന് പറയുന്നത് ശ്വസന സംബന്ധമായിട്ട് അത് തന്നെയാണ് ശ്വാസകോശ സംബന്ധമായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എയർവേ ഡിസീസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആസ്മ അങ്ങനെയുള്ള പ്രഷർ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളാണ്. COPD പോലുള്ള പൾമണറി ഡിസീസ്, ശ്വാസകോശ രോഗങ്ങൾ കൂടുതലും വരുന്നത് സ്മോക്കിംഗ് ഒക്കെ നടക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ. പുകവലിക്കുന്ന ആൾക്കാർ, അവർക്ക് വരുന്ന അസുഖങ്ങളാണത്. എംഫിസിമ കേട്ടിട്ടില്ലേ? എംഫിസിമ നിങ്ങൾ ഈ തിയേറ്ററിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. എംഫിസിമ അതുപോലെ എന്താ പറയുക COPD ഒക്കെ അങ്ങനെയുള്ളവർക്ക് വരുന്നതാണ് കേട്ടോ. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ്. എയർവേ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കഫക്കെട്ട് തന്നെ നമ്മുടെ എന്താ പറയാ എന്താ പറയാ നാളികളൊക്കെ അതൊക്കെ അവിടെ ചുരുങ്ങാൻ തുടങ്ങും കഫക്കെട്ട് നിറഞ്ഞിട്ട്. അതാണ് എയർവേ ഡിസീസ്. പൾമണറി ആകുമ്പോൾ ശ്വാസകോശത്തിനെയാണ് മെയിനായിട്ട് അത് ബാധിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. പഠിക്കാം നമുക്ക്. അപ്പൊ തുടങ്ങാം. ഓക്കെ, അപ്പൊ ചാപ്റ്റർ നമ്പർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇത് കാണും, ഒരു ഇൻഡെക്സ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡെക്സ് വേറൊന്നുമല്ല, നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന കാര്യങ്ങള് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്തവർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ വാരി വലിച്ച് പഠിക്കണേക്കാളും നല്ലത് നമുക്കിങ്ങനെ എന്താ പറയാ ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിന് അവര് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ആദ്യം മനസ്സിലാക്കാം, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതൊരു വലിയതാണ്. അപ്പൊ അതിന് നമുക്ക് പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ച് ഡിവൈഡ് ചെയ്ത് പഠിക്കായിരിക്കും കുറച്ചും കൂടെ സൗകര്യം. ആ ഒരു രീതിയിൽ ഒരു ഡിവിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എത്രയായിട്ടാണ്? 3ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതൊക്കെയാണ് ആ 3 ഡിവിഷൻസ് എന്ന് അറിയാമോ? ഒന്ന് കേട്ടോ, നമ്പർ 1 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് പറയുന്നത്, രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ്: ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇവര് മൂന്നും കൂടെ ചേരുന്നതാണ് ഇത് ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇനി അതിന് ആദ്യത്തെ നോക്കിക്കേ, ഫസ്റ്റ് ഏതാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണത്? ഒന്ന് OPD അല്ലെ. എന്താണ് OPD? നിങ്ങൾക്കറിയാം എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ രണ്ടാമത്തെ സബ് ഡിവിഷൻ ഏതാണ്? IPD. IPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ OPD എന്നും IPD എന്നും, രണ്ടു കറക്റ്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ OPD എന്നും IPD എന്നും നമ്മൾ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ നമ്മൾ ഏതാ പറഞ്ഞത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിനെ നമ്മൾ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. 4 സബ് ഡിവിഷൻ ഏതൊക്കെയാണ്? ഒന്ന് തെറാപ്യൂട്ടിക്, രണ്ടാമത്തത് ജനറൽ, മൂന്നാമത്തത് ഡയഗ്നോസ്റ്റിക്സ്, നാലാമത്തത് ഇൻഫർമേറ്റീവ്. അങ്ങനെ പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ തിരിച്ചേക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇതൊന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഒന്ന് തെറാപ്യൂട്ടിക്, പിന്നെ ജനറൽ ആയിട്ട്. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല?
കാണാലോ, പിന്നെന്താ പ്രശ്നം? ഓക്കെ. അപ്പോ തെറാപ്യൂട്ടിക് ഉണ്ട്, തെറാപ്യൂട്ടിക്, പിന്നെ ജനറല്, പിന്നെ ഏതാ വരുന്നത്? ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ ഏതാണ്? ഇൻഫർമേറ്റീവ്. അങ്ങനെ നമ്മൾ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യണം. ഇനി അതിനകത്ത് ഓരോന്നിനകത്ത് കുറെ എണ്ണം വരുന്നുണ്ട് കേട്ടോ. തെറാപ്യൂട്ടിക്, തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വരും അതിനകത്ത്? ഫാർമസി വരും, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി വരും, പിന്നെ ഡയറ്ററ്റിക്സും വരും അല്ലെ. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ചികിത്സ. എങ്ങനെയൊക്കെ നമ്മൾ ചികിത്സ കൊടുക്കുന്ന? മരുന്ന് കൊടുക്കും അല്ലെ, മരുന്ന് ഒരു ചികിത്സക്കിന്റെ ഭാഗമാണ്. അപ്പൊ ഫാർമസിനകത്ത് വരും. അതുപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പി അല്ലെ, അസുഖബാധിതരായിട്ടുള്ള ആളുകളെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഒരു പഴയ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു തെറാപ്പി തന്നെയാണ് അല്ലെ. അപ്പൊ ഫിസിയോതെറാപ്പി അല്ലെ. പിന്നെ എന്താണ്? ഡയറ്ററ്റിക്സ് അല്ലെ, ഭക്ഷണക്രമം. അബ്രീവിയേഷൻസിന്റെ സ്ലൈഡ് ആണ്. എല്ലാവർക്കും അങ്ങനെയാണോ കാണുന്നത്? എല്ലാവർക്കും അങ്ങനെയാണോ കാണുന്നത്? സുരേഷ് ഒന്ന് നോക്കണം കേട്ടോ. ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. പിന്നെ എന്ത് പറ്റി? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, ഡയറ്ററ്റിക്സ് അല്ലെ, ഭക്ഷണക്രമം. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിലും ഭക്ഷണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ അത് മൂന്നും വരുന്നത് തെറാപ്യൂട്ടിക് വിഭാഗത്തിലാണ്. ഏതൊക്കെയാണ് തെറാപ്യൂട്ടിക്കിന്റെ അണ്ടറിൽ നമ്മൾ വരുന്നത്? ഫാർമസി വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, ഡയറ്ററ്റിക്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ജനറൽ ആണ് അല്ലെ. പൊതുവിഭാഗത്തിൽ ഒരുപാട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് CSST ആണ് കേട്ടോ. CSST, CSSTയുടെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എന്താണ്? സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് CSST. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. CSSTയുടെ ഫുൾ ഫോം ഇതാണ്, സെൻട്രൽ സ്റ്റീറൈൽ, STERIL, സ്റ്റീറൈൽ സപ്ലൈ, SUPPLY, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതായത് അണുവിമുക്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ മൊത്തത്തിൽ അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ CSST. പിന്നെ ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി, ഇതൊക്കെ എന്താണ്? ജനറൽ വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ സബ് ഡിവിഷൻ എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് ആണ് കേട്ടോ. എന്താണ്? ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ് അല്ലെ. എങ്ങനെയൊക്കെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്? ഒന്ന് ലാബ് ടെസ്റ്റുകളിലൂടെ നമുക്ക് രോഗനിർണയം നടത്താം, റേഡിയോളജി ടെസ്റ്റുകളിലൂടെ അല്ലെ, എക്സ്റേ സ്കാനിങ്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ഓക്കെ, സുരേഷ് റീജോയിൻ ചെയ്തപ്പോ ശരിയല്ല. ഓക്കെ, ശരി. അപ്പോ എന്തെന്നറിയില്ല, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല, സുരേഷിന് മാത്രമാണ് ബുദ്ധിമുട്ട് വന്നത്. അതുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ് CSST കേട്ടില്ലേ? സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. സെൻട്രൽ, CENTRAL, സെൻട്രൽ സ്റ്റീറൈൽ, STERILE, അണുവിമുക്തമാക്കുക, സ്റ്റെറിലൈസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അത് തന്നെ സ്റ്റീറൈൽ സപ്ലൈ, SUPPLY, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, CSSTയുടെ ഫുൾ ഫോം ആണ് കേട്ടോ, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ഏതൊക്കെയാ വരുന്നത്? ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി. ഓക്കെ, നമ്മൾ ലാബ് ടെസ്റ്റുകളിലൂടെ നമ്മൾ രോഗനിർണയം നടത്തില്ലേ? അതുപോലെ നമ്മൾ സ്കാനിങ്ങിലൂടെയും എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് രോഗനിർണയം നടത്താൻ പറ്റും. അത് രണ്ടുമാണ് അതിന്റെ കീഴിൽ വരുന്നത് കേട്ടോ, ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ഇനി നാലാമത്തെ സബ് ഡിവിഷൻ ഏതാണ്? ഇൻഫർമേറ്റീവ് അല്ലെ. ഇൻഫർമേറ്റീവ് എല്ലാം എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ എല്ലാം എന്താണ്? സിസ്റ്റം ബേസ്ഡ് ആണ്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ റിസോഴ്സസും IT അല്ലെ. മെഡിക്കൽ ഇൻഫർമേഷൻ ടെക്നോളജി, മെഡിക്കൽ റിസോഴ്സസ് കേട്ടോ. ജസ്റ്റ് ഇത് നമ്മൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് അവർ ഡിവൈഡ് ചെയ്ത് വെച്ചെന്ന് മാത്രം. ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ 4 സബ് ഡിവിഷൻ കണ്ടു. തെറാപ്യൂട്ടിക്, ജനറൽ, പിന്നെ ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. ഇനി മൂന്നാമത്തെ ഒരു മെയിൻ ഡിവിഷൻ കൂടെ ഉണ്ടല്ലോ, അതെന്താണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത്
3 സബ് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സസും വരുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്. ക്ലിയർ ആയോ? ഈ രീതിയിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഓർക്കാം, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? IPD, OPD അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഇനി സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ 4ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക്, ജനറല്, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്. തെറാപ്യൂട്ടിക്കിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫാർമസി വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, ഡയറ്ററ്റിക്സും വരുന്നുണ്ട്. ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. CSST, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ രോഗനിർണയം. ഏതൊക്കെ രീതിയിൽ നമ്മൾ രോഗനിർണയം നടത്തുന്നുണ്ട്? ലബോറട്ടറി വരും, അതിനകത്ത് റേഡിയോളജി വരും. ഓക്കെ. ഇൻഫർമേറ്റീവിനകത്ത് ഏതൊക്കെ വരും? മെഡിക്കൽ റിസോഴ്സസും വരും, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, IT വരും അല്ലെ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് 3 വരുന്നത് സബ് ഡിവിഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ അടങ്ങുന്നതാണ് ഇത് ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചാപ്റ്ററിലൂടെ കടക്കാം കേട്ടോ. ഏതായാലും നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. അപ്പം ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻ നോക്കിക്കോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണർഷിപ്പ് എക്സാമ്പിളുകളൊക്കെ നോക്കിയിട്ടുണ്ട്. എയിംസ്, PGIs, പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, മുനിസിപ്പൽ ഹോസ്പിറ്റല്, PSU ഹോസ്പിറ്റൽ, റെയിൽവേ ക്വാളിറ്റി ഒക്കെ PSU ഹോസ്പിറ്റൽ ആണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പഠിച്ചു. പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻസ്, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, മെഡിക്കല്, പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേ, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ, പിന്നെ കുറച്ച് അബ്രീവിയേറ്റഡ് ഫോമുകൾ പഠിച്ചു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഇൻഡെക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് നമുക്ക് പഠിക്കാം. 3 ഡിപ്പാർട്ട്മെന്റുകളാണ്: മെഡിക്കല്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ്. അതിൽ തന്നെ പല പല സബ് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. OPD, IPD, പിന്നെ ഇതിനകത്താണ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും വരുന്നില്ല? എന്താണ് മോക്ക് ടെസ്റ്റ്? വരുന്നില്ല. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്ലാസ്സില് എല്ലാവരും കൂടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് നിങ്ങൾക്ക് പരസ്പരം അതിൽ ഷെയർ ചെയ്യാം കേട്ടോ. ചെയ്തിട്ടില്ല അല്ലെ? പൊതുവെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ ക്ലാസ്സുകാരും അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ തുടക്കമായതുകൊണ്ടായിരിക്കാം പറയാത്തത്. അപ്പൊ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് നോക്കുക. എക്സാമിന്റെ ടൈം ടേബിളും അതുപോലെ മൊഡ്യൂളുകളും എല്ലാം നിങ്ങൾ അതിലേക്കാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇവിടുത്തെ, അങ്ങനെയാണ് കേട്ടോ. ഒരു രീതിയിൽ ഫോളോ ചെയ്യണം. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ. ഒട്ടും വായിക്കാതെ പോകരുത്. ലാസ്റ്റത്തേക്ക് വെച്ചപ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു ദിവസം കുറച്ച് നേരം മതി ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. എല്ലാ വിഷയങ്ങളും എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നത് വായിക്കാം കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ
നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത്, നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, കുടുംബത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, മറ്റു ജോലിക്ക് പോണവരൊക്കെ ഉണ്ടായിരിക്കും. ഇടയിൽ ഇത്തിരി സമയം കണ്ടെത്തുക കേട്ടോ. പിന്നെ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ആളുകള് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുക കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.